അതുപോലെ തന്നെയാ ഞാനിപ്പോൾ എഴുതുന്ന മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ. ശരി സിസ്റ്ററിന് എന്തെങ്കിലും പേഷ്യൻസ് ഉണ്ടോ? ഇല്ല ഡോക്ടർ. ഡോക്ടർ ഫ്രീ ആണോ? എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? വാർഡിലെ റോബിനെ ഡോക്ടറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതേതാ ആക്സിഡന്റ് കേസാണോ? അതെ ഡോക്ടർ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, റൗണ്ട്സും കൂടെ കഴിയല്ലോ. അയാൾ ഡോക്ടറിനെ ഇങ്ങോട്ട് വന്ന് കാണാമെന്നാ പറഞ്ഞത്. ശരി വിളിച്ചോളൂ. ഡോക്ടർ ഇരുന്നോളൂ. തനിക്ക് എന്താ പറയാനുള്ളത്? വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കാണല്ലോ തന്റെ മുഖം എന്തെങ്കിലും എപ്പോഴും വിഷമഭാവത്തോടെ ഇരിക്കുന്നത്. ആക്സിഡന്റിന്റെ ഷോക്കാണോ? ആക്സിഡന്റ് ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ. താൻ ദൈവകൃപയാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടല്ലോ. പിന്നെന്താ? ആക്സിഡന്റോ? എനിക്ക് വയ്യ ഡോക്ടർ. എന്റെ ശരീരത്തിനേറ്റ മുറികളെക്കാളും എനിക്ക് മനസ്സിലേറ്റ മുറികളാണ്. എന്നെ ഒന്ന് കേൾക്കാമോ? അതിനിപ്പോ എന്താ, താൻ പറഞ്ഞോളൂ. എന്താ ഫ്ലാഷ് ബാക്ക് എന്തേലും ആണോ? ഫ്ലാഷ് ബാക്കാ. എനിക്ക് എല്ലാം അവരായിരുന്നു. 4 സ്റ്റാർസ്. 4 സ്റ്റാർസ്? അതാരാ? പള്ളിയിലെ കുറച്ച് സുഹൃത്തുക്കളാണ്. എല്ലാത്തിനും കാരണം എന്റെ ഫോണാണ് ഡോക്ടർ. ഫോൺ എന്ത് ചെയ്തു? റോബിനെ, നിനക്കൊരു കോള് വരുന്നുണ്ട്. അതാരും നോക്കടാ. ഏതോ ഒരു നമ്പരാ. ഇങ്ങെടുക്ക്. ഹലോ, ആരാണ്? ഓക്കെ അയച്ചേക്കാം. ഓക്കെ മറക്കില്ല. ആരാടാ വിളിച്ചേ? ഒരു പെണ്ണാടാ. സെറ്റാക്കാം. അല്ലടാ, ഗൂഗിൾ പേയിൽ മാറി പൈസ വന്നു, അത് തിരിച്ചയച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ. നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. ഞാനും പോകുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേരമായി. അമ്മ നോക്കിയിരിക്കും. ബൈ. അമ്മേ, ചോറ്. ഇതാരാ മെസ്സേജ് അയച്ചേക്കുന്നത്? ആരാണെന്ന് ചോദിക്കാം.
ആ അമ്മ ഞാനാ വന്നേ. അവനെ കാണാനില്ല ഇപ്പാരോട്ട്. അവന് വീട്ടില് കുറച്ച് ജോലിയുണ്ട്. വരും, താമസിച്ച് വരും. താമസിച്ചാ അവളെ കാണാൻ പോയി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓന്റെ വാട്സപ്പ് മെസ്സേജ്. ആ അതെ. പിന്നെ നീ എന്റെ അടുത്ത് പറഞ്ഞത് നീ വീട്ടിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ആ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ഇത്ര ലേറ്റായിരുന്നു. അതേ പറഞ്ഞു. അവന്റെ മെസ്സേജ് കൊറേ മെസ്സേജ് അയച്ചടേ. ഇത് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും പറയാൻ പറ്റില്ലടേ. ഇതൊന്നും നമുക്ക് പറ്റിയതല്ലടാ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. പക്ഷേ ഡോക്ടർ, ഞാൻ അവന്മാരറിയാതെ എന്നിട്ട് എന്ത് പറ്റിയവർക്ക്? ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമായിരുന്നു. എൻ്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ലായിരുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഞാൻ അവളെ വിളിച്ചു. ഹലോ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആ 3 ലക്ഷം. ആ അതെ, അത് കിട്ടിയാലേ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ നീ ഒന്ന് നോക്ക്. ആ പെട്ടെന്നാവട്ടെ. ആ നീ നോക്കിയിട്ട് വിളിക്കെന്നെ. ആ ശരി എന്നാ. ഹലോ, എന്തായിടി? ആ അത് കുഴപ്പമില്ല. നീ അഡ്രസ്സും ഫോൺ നമ്പർ അയച്ചേക്ക്. ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ. ബിസിനസ് തുടങ്ങാൻ അവളുടെ കസിൻ എനിക്ക് 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു.
പിറ്റേന്ന് ഞാനും അവളുടെ കൂടെ കസിനെ കാണാൻ പോയി. ഓൾ ദ ബെസ്റ്റ് അളിയാ. താങ്ക്സ് അളിയ. അങ്ങനെ ഞാനൊരു ബിസിനസ് തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വളർന്നു. എൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ അവളായിരുന്നു എല്ലാം. അവളെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തു. കമ്പനിയുടെ നോമിനിയാക്കി അവളെ. പിന്നെ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. ആഹാ, എന്നിട്ട് തന്റെ വൈഫിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അവളിനി വരില്ല ഡോക്ടർ. അയ്യോ, അതെന്ത് പറ്റി? ഹലോ, നീ എന്താ ഇത് കാണിച്ചു വെച്ചിരുന്നേ? എത്ര ലക്ഷം രൂപയാണ് നഷ്ടം നമുക്ക് വരുന്നത്? ആ ഫയലുകളൊന്നും കാണാനില്ല. നീ എന്താ ചെയ്തേ? എനിക്ക് അല്പസമയത്തിനകത്ത് ഫയലുകളെല്ലാം എത്തിയിരുന്നു. വച്ചിട്ട് പോ. ഹലോ ഡി, നമ്മുടെ ബിസിനസ്സിന് എന്തോ പെശക് പറ്റി. എന്തോ അറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഹലോ അളിയ, എൻ്റെ ബിസിനസ്സിന് എന്തോ പറ്റി അളിയ, എനിക്കൊന്ന് കാണണം. നീ വരുമോ? എവിടെ വരും? ആ ശരി, ഞാൻ അവിടെ വരാം. നീ അവിടെ എത്തിയാൽ മതി. ഓക്കെ, എത്തുമല്ലോ? ആ ഓക്കെ. എടാ ഹലോ, ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയോ? ആ അവിടെ നേരെ ഇങ്ങ് നടന്നു വന്നോ, നമ്മളിവിടെ ഇരിപ്പുണ്ട്. നീ നേരെ ഇങ്ങ് വന്നാ മതി, നമ്മളിവിടെ ഉണ്ട്. ആർദ്രയുടെ ഹസ്ബൻഡ് ഒരു റോബിൻ. ആർദ്രയുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. എടാ അതൊക്കെ കഴിഞ്ഞതാ, ലവ് മാരേജ് ആയിരുന്നു, ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അവനെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവനായിപ്പോ മാറുന്നത്. അവനെങ്ങനെയായിരുന്നു? അവനൊരു മണ്ടന. നമുക്ക് അവനെ നമ്മുടെ വരുതിക്ക് ആക്കണം. അളിയാ, എടാ ഇതെന്റെ ഫ്രണ്ട്. പിന്നെ വിശേഷം പറയാൻ ഇനി പറയാ, എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? എന്റെ സാമ്രാജ്യം എല്ലാം പോയി അറിയാം. എനിക്കിനി ഒന്നുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്ത് പറ്റി? എനിക്കിപ്പോ ഉറക്കമില്ല രാത്രി. മൊത്തത്തിൽ പ്രശ്നമാണല്ലേ? ആണ്. എടാ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും, നീ ഒന്ന് സമാധാനപ്പെട്. എന്നാലും നീ അവിടെ നീ ആദ്യം ഇവനെ കണ്ട ഇവനാണ് നമ്മളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവൻ മാറ്റിത്തരും. നിന്റെ പ്രശ്നമൊന്നും ഒരു പ്രശ്നമല്ല, പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാം ഇവൻ വന്നതിന് ശേഷമാണ് മാറിയത്. ഇതങ്ങോട്ട് പിടിച്ച് ഒറ്റ വലിക്കാൻ കുടിച്ചു. എന്താണ് അത്? അതെ, ഇതാണ് ബിയർ. എനിക്കൊന്നും വേണ്ട. അല്ലെ ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നത്? നീ ഒന്ന് അടിച്ചു നീ അങ്ങോട്ട് കുടിക്കാൻ ഒറ്റ വലിക്കാൻ കുടിച്ചേക്ക്. അല്ലെ ഒന്ന് പറഞ്ഞു കൂടെ. ഒറ്റ വലി അത്രയുള്ളൂ. ആദ്യം കുടിക്കുമ്പോ എങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അങ്ങ് ശരിയായിക്കോട്ടെ. പോയി. എടാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളുണ്ട്. നീ കുറച്ച് കുടിച്ചോ. എടാ ഇത് കണ്ട, എടാ ഇങ്ങോട്ട് നോക്ക്. ഇതാണ് നമ്മുടെ രക്ഷ, സാക്ഷാൽ കഞ്ചാവ്. MDMA എന്ന് പറയും മലയാളത്തിൽ. ATM കാർഡുണ്ടോ? എടാ ഇത് പിടി. ഇതേപോലെ ഒറ്റ വലി, ഇത്രയേ ഉള്ളൂ, ഒറ്റ വലി. അളി അങ്ങ് കാണിച്ചോട്, അളി അങ്ങോട്ട്. ഒറ്റ വലിയ കാര്യം. അളി ഇപ്പൊ ഒരു മനസ്സമാനല്ലേ? ഉറക്കം വരണറിയാ. ഇത്രയേ ഉള്ളൂ, ഇതും കൂടെ ഒറ്റ വലിക്കാൻ കുടിച്ചേ. നാളെ കാണാം. കിണ്ണിയും വേണം പോയിട്ടോ, നോക്കിപ്പോണാ. ഞാൻ പതിയെ കഞ്ചാവിന് അടിമയായി. ഇപ്പോൾ അതില്ലാണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ എന്നിൽ കുറച്ചേ ഉള്ളൂ. അടുത്ത ആഴ്ച സ്റ്റോക്ക് എടുക്കും, അപ്പോൾ തരാം. പതിയെ ഞാൻ സ്കൂൾ കുട്ടികൾക്ക് വിൽപ്പന ചെയ്തു.
ആക്സിഡൻ്റ് തലേന്ന് രാത്രി അവൾ എന്നെ വിളിച്ചു. ഹലോ, നിനക്ക് സുഖമാണോ? എന്നെ മറന്നോ നീ? എനിക്ക് നിന്നൊന്ന് കാണണമായിരുന്നു. നമ്മൾ പതിവ് കോഫി ഷോപ്പിൽ വന്നാൽ മതി. ഓക്കെ, ശരി, ബൈ. എന്തായി? അവനോട് സംശയമൊന്നുമില്ല. അവൻ നാളെ വരുമോ? അവൻ നാളെ വരും. ആ, അവന് വേറെ സംശയമൊന്നുമില്ലല്ലോ. സെറ്റ് ചെയ്യാം. നാളത്തെ ആക്സിഡൻറ്റോട് കൂടെ കമ്പനിയുടെയും സകല സ്വത്തിൻ്റെയും അവകാശി നമ്മൾ മാത്രമായിരിക്കണം. അവനെ തീർക്കണം. അവന് വേറെ സംശയമൊന്നുമില്ലല്ലോ. പിറ്റേന്ന് ഞാൻ അവിടെ പോയി ഡോക്ടർ. ഈ ചതി അറിഞ്ഞിട്ടുണ്ടാ പോയി? ഇല്ലായിരുന്നെങ്കിൽ അവരെന്നെ വെറുതെ വിടില്ലായിരുന്നു. ഈ ആശുപത്രി കിടക്കയിൽ ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു. ആരാണ് ഞാൻ? എന്താ ചെയ്താ? ഇത് അവരുടെ ചതിയിൽപ്പെട്ടതാണ്. ഞാനും ഒരാളുടെ ചതിയിൽപ്പെട്ടത്. കിട്ടിയുള്ളൂ ഭാഗ്യം. എന്റെ ബെഡിന്റെ അടുത്തുള്ള നന്ദുവില്ല. അതേതാ ഇന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന നന്ദുവാണോ? അവനും എന്നെ പോലെ ഇരയായിരുന്നു. ഇനി അതൊന്നും ചിന്തിക്കണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ. താൻ അതൊക്കെ മറക്കണം. സ്ഥിരമായി പള്ളിയിൽ പോകണം, തന്റെ മാതാപിതാക്കളോടൊക്കെ സമയം ചെലവഴിക്കണം. അതെ, എനിക്ക് ആ 4 സ്റ്റാർസിനെ ഒന്ന് കാണണം. എത്ര വർഷമായി ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട്. ഇനി അവർ കൂടെ കൂട്ടുമോ എന്ന് പോലും എനിക്കറിയില്ല. എടോ, അവർ നിന്റെ നല്ല സ്നേഹിതന്മാരാണെങ്കിൽ നിന്നെ തിരികെ കൂട്ടുക തന്നെ ചെയ്യും. ഒരിക്കൽ നീ മുറുകെ പിടിച്ചിരുന്ന യേശുനാഥനെ അവർ എപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ടായിരിക്കും. അവരെല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കും. നീ എല്ലാം അവരോട് തുറന്നു പറയണം. നീ പഴയ പോലെ സഭയിൽ പോകണം, യേശുവിനെ ആരാധിക്കണം. ആ യേശുവിനെ നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. തന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായല്ലോ. ഇനി ഒരിക്കലും താൻ തെറ്റിലേക്ക് പോകരുത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്ത് പറ്റിയതാ? ചതിച്ചതാ എന്നെ അവനും. അവർ ചതിച്ചു. ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലാൻ നോക്കി. പക്ഷേ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരെയും നിങ്ങൾ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. അവൻ വരട്ടെ, നമുക്ക് ശരിയാക്കാം. അതെ, നമുക്ക് ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം. എടാ, ഞങ്ങളിപ്പോൾ പോകുന്നു. നിനക്കും സമൂഹത്തിനും വേണ്ടി ഒരു കാര്യം ചെയ്യാനുണ്ട്. ശരിയപ്പോ?
പിടിച്ച് യുവാവിനെ കൊലപ്പെടുത്തി സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച യുവതിയും കൂട്ടുനിന്ന കഞ്ചാവിനടിമയായ ബന്ധുവും അറസ്റ്റിൽ. മാനസിക സംഘർഷങ്ങൾ മുതലെടുത്ത് നേരായ മാർഗത്തിൽ നടക്കുന്നവരെ കൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തുന്ന അനേകം സംഭവങ്ങളിൽ ഒന്നാണ് നാം ഇപ്പോൾ കണ്ടത്. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ദൂഷ്യഫലങ്ങൾ നാം കേട്ടിട്ടുണ്ട്. നമുക്കതിനെപ്പറ്റി അറിവുണ്ട്. ചെയ്യുന്നത് തെറ്റാണെന്ന പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും അത് തന്നെ ചെയ്യുന്നത് താൽക്കാലിക സുഖങ്ങൾക്കു വേണ്ടിയാണ്. എന്നാൽ അത് ഒടുവിൽ കൊലപാതകങ്ങളിലും ആത്മഹത്യകളിലുമാണ് ചെന്ന് അവസാനിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നല്ല കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ട് സ്ഥാപിക്കുക. ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും വീട്ടുകാരോട് തുറന്നു പറയുക. സഭയുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടായിരിക്കുക. ചുറ്റും ചതിക്കുഴികളാണെന്ന ചിന്തയോടുകൂടി ജീവിക്കുക. ഇനി മാതാപിതാക്കളോട്: നിങ്ങളുടെ കുട്ടി നിങ്ങളോട് സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താതിരിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റു മാത്രമാണെന്ന് എപ്പോഴും പറഞ്ഞ് അവരുടെ പ്രവൃത്തികളെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. തുറന്ന ആശയവിനിമയം, തുറന്ന മനസ്സും ശീലമാക്കുക. മാതാവും പിതാവും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക. മയക്കുമരുന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരാളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കുക. തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ അവരെ ശാസിക്കുക. എന്നാൽ അവിടെ സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കണം. സ്നേഹത്തിലൂടെയുള്ള ശാസനം ഏതൊരു കുട്ടിയെയും തെറ്റിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിൽ ഒത്തിരിയേറെ സഹായിക്കും. ഇത്തരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമീകരിക്കുകയാണെങ്കിൽ ലഹരി വിമുക്തമായ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം.